ഹലോ ഒരുവൺ എല്ലാവർക്കും ഞാനിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ശരത്. അപ്പോൾ ഇന്ന് ദൃശ്യം 3 റിലീസായ ദിവസമാണ്. ഇന്ന് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് മെയ് 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആസ് എ ഡൈ ഹാർഡ് ഫാൻ, ഹാപ്പി ബർത്ത്ഡേ ടു ലാലേട്ടൻ. അപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ദൃശ്യം 3 റിവ്യൂ എന്ന് പറയുന്നില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, റിവ്യൂ എന്ന് ഞാൻ ടൈറ്റിൽ ഇടുന്നത് വീഡിയോ എവിടെയെങ്കിലും എത്തണ്ടേ എന്ന് വെച്ചിട്ടാണ്. ഇതെൻ്റെ അഭിപ്രായമാണ്. പിന്നീട് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് എന്നോട് പേഴ്സണലി പടം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയും പടം തൂക്കി, അതേ ഞാൻ പറയുള്ളൂ. പടം കലക്കി എന്നുള്ളത്. അത് ലാലട്ടൻ ഫാൻ എന്നുള്ള ആസ്പെക്റ്റ് ഞാൻ പറയുന്നതല്ല. ഇപ്പൊ ലാലട്ടൻ ഫാൻ എന്ന് പറയുമ്പോൾ പലരും ഓൾറെഡി അവൻ ആ പടം അപ്പോൾ അടിപൊളി എന്നല്ലേ പറയുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ലാലേട്ടൻ്റെ മോശം സിനിമകൾ മോശമാണെന്ന് തുറന്നു പറയാൻ എനിക്ക് ഒരു മടിയില്ലാത്ത ആളാണ്. മോശം സിനിമ ഏതെന്ന് തന്നെ പറയും. ഇപ്പൊ അടുത്ത് കുറെ സിനിമകൾ ലാലേട്ടൻ കൊണ്ട് തലവെക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആറാട്ട്, അല്ലെങ്കിൽ മോൺസ്റ്റർ, അലോൺ, അല്ലെങ്കിൽ ഇപ്പൊ ഇട്ടിമാണി എന്ന് പറഞ്ഞ സിനിമ വന്നിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഋഷഭ, ഇങ്ങനെയൊക്കെയുള്ള സിനിമ വരുമ്പോൾ ഞാൻ തന്നെ ഇതിന്റെയൊക്കെ ഇടയിൽ കൊണ്ട് തലവെക്കേണ്ട ആവശ്യം എന്തിനാണ് ലാലേട്ടൻ എന്നാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഇടയിൽ നല്ല നല്ല സിനിമകൾ വരുമ്പോൾ പറയാതിരിക്കാനും പറ്റില്ല. എനിക്കൊരു ഫാൻ ബോയ് ആണെന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് കാണിച്ചു കഴിഞ്ഞാലും വാവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുള്ള ആളല്ല ഞാൻ. എന്നാൽ ഈ ഒരു സീരീസിലേക്ക് വരുമ്പോൾ, ദൃശ്യം എന്ന് പറയുന്ന ഈ ഫ്രാഞ്ചൈസിലേക്ക് വരുമ്പോൾ പൊതുവേ നമ്മൾ ദൃശ്യം 1 വന്നു, 2 വന്നു, 3 എന്താണെന്നുള്ള അറിയാനായിട്ടുള്ള കുറേ പേർക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവും. എനിക്ക് പേഴ്സണലി എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. ഞാനൊരു ലോ എക്സ്പെക്ടേഷനിലാണ് പടത്തെ കണ്ടിരുന്നത്. രണ്ടാം ഭാഗം ഇറങ്ങുമ്പോഴും എൻ്റെ എക്സ്പെക്ടേഷൻ അങ്ങനെ തന്നെ. എന്തിനാണ് രണ്ടാം ഭാഗം എന്നായിരുന്നു. ഇപ്പോഴും എൻ്റെ ചോദ്യം സെയിം ആയിരുന്നു, മൂന്നാം ഭാഗം എന്തിനായിരുന്നു ആണെന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് ഞാൻ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഇത് ഞാൻ സിനിമ പോയി കാണുന്നു, ഞാനിത് ജഡ്ജ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലൊന്നല്ല ഞാൻ, അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻ്റൽ മെൻറ്റാലിറ്റിയിൽ പോയി കാണുന്ന പടമല്ല. ഞാനിത് പോയി ഇരുന്ന് ഇതിനെ എനിക്ക് വിലയിരുത്തണം, അല്ലെങ്കിൽ എനിക്ക് ഇത് കണ്ടിട്ട് വേണം എനിക്കൊരു ഇങ്ങനെ പോയി കാണുന്ന ഒരാളല്ല. എനിക്കിപ്പോൾ സിനിമ ഞാൻ പോയി കണ്ടു, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നുന്നപ്പോൾ ഞാൻ ഈ വീഡിയോസ് മേക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് ആ ഒരു ഇതിൽ പറയുന്നതാണ്, വേറെ ഒന്നല്ല. തിയേറ്ററിൽ തന്നെ പലരും ഇങ്ങനെയുള്ള പലരും ജഡ്ജ്മെന്റൽ മെന്റാലിറ്റിയിൽ വന്നിട്ടും പുറത്തിറങ്ങി കഴിയുമ്പോൾ അത് അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള രീതിയിൽ, അതായത് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയുണ്ട്. ഇനി എന്നോട് ഈ പടം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പടം സത്യം പറഞ്ഞാൽ ദൃശ്യം 1, 2, 3 മൂന്ന് പടം, മൂന്ന് പലരും പറയും ദൃശ്യം 1 ആണ് ഭേദം, 2 ആണ് ഭേദം. എനിക്ക് മൂന്ന് തരത്തിൽ നിൽക്കുന്ന സിനിമയായിട്ട് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുടെ ഒരു ആർക്ക്, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റഡി എന്ന് പറയുന്ന രീതിയിലാണ്. അതായത് നിരപരാധിയായിരുന്നിട്ട് ഉള്ള ഒരാള് ഇന്നൊരു സാഹചര്യത്തിന്റെ പേരിൽ വന്ന് പെട്ടുപോകുകയും പിന്നെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ആ മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അതിന്റെ പേരിൽ ആ മനുഷ്യന്റെ മാനസികമായി കടന്നു പോകുന്ന പ്രശ്നങ്ങളും, ഇതൊക്കെയാണ് ഒരു സിനിമ ദൃശ്യം എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസി മെയിൻലി ഫോക്കസ് ചെയ്യാനായിട്ട് എനിക്ക് പേഴ്സണൽ തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ സിനിമ ഞാൻ കണ്ടു. ഇതും ഞാൻ എന്തിന് എന്ന് ചോദിച്ച പടമായിരുന്നു. ബട്ട് ഫസ്റ്റ് ഹാഫ് തുടങ്ങി കുറച്ച് നേരത്തേക്ക് ഞാൻ ഇതിന്റെ ആവശ്യമുണ്ട്, ഇത് ഫോഴ്സ്ഫുൾ ആയിട്ട് മൂന്നാം ഭാഗത്തിന് വേണ്ടി ഇടുന്ന പ്ലോട്ടാണോ എന്നുള്ളൊരു മെന്റാലിറ്റിയിലായിരുന്നു എനിക്ക് ആദ്യം തോന്നുന്നത്. പക്ഷെ ഫസ്റ്റ് ഹാഫ് പകുതി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇനി ഇവിടുന്ന് പടം പോകുന്നത് എന്തുകൊണ്ടാണ് ഈ പടം പിടിച്ചത് എന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നുള്ളത്. പിന്നെ പടം എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫാണ് ഫസ്റ്റ് ഹാഫിനേക്കാളും വർക്കായത്. കാരണം പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, ചിലത് ഒന്ന് നടന്ന് അപ്പൊ തന്നെ മറ്റൊന്ന് നടന്ന് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. എന്നാൽ പോലും എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായി. പടം നിർത്തിയത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഞാൻ പറയുന്നില്ല മോശമായിട്ട് എടുക്കണ്ട, ഞാൻ മോശം രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് എനിക്കറിയില്ല. പറഞ്ഞു ഞാൻ സ്പോയിലർ ആവും, അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്. എനിക്ക് പക്ഷെ മരുന്നെടുത്ത് വെച്ച് വേണം, അത് തന്നെ ഒരു സ്പോയിലറാണ് സത്യം പറഞ്ഞ. എനിവേ, ദൃശ്യം ആദ്യം തൊട്ട് അവസാനം വരെ ഈ പടം ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് കണ്ടത്. ഇത് എന്നാൽ ഞാൻ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും മാതിരി അല്ല കേട്ടോ എനിക്ക് ഈ സിനിമ തോന്നിയത്. ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി എനിക്ക് 1 നും 2 നും. കാരണം 1 ഉം 2 ഉം ഇപ്പൊ ഈ വരുൺ പ്രഭാകർ എന്നുള്ളൊരു ഇത് പിടിച്ച് തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, മൂന്നാം ഭാഗത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതലും ആ ഒരു ഫോക്കസ് ജോർജ് കുട്ടിയിലേക്ക് കുറച്ച് ഫോക്കസ് കൊണ്ടുപോയത് എനിക്കത് ഇഷ്ടമായി സത്യം പറഞ്ഞാൽ. ഒബ്വിയസ്ലി ആ വരുൺ പ്രഭാകർ കേസ് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഈവൻ ദെൻ ജോർജ് കുട്ടിയിലേക്ക് കൂടുതൽ ഫോക്കസ് കൊണ്ടുപോയത് എനിക്ക് ഇഷ്ടമായി. എനിവേ, എന്നോട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൃശ്യം 1 ഉം 2 ഉം കണ്ടിട്ടുള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി 3 കാണണമെന്ന് ഞാൻ പറയും.
പക്ഷെ അതെൻ്റെ അഭിപ്രായമാണ്. അത് അങ്ങനെ തന്നെ എടുക്കുകയും വേണം. ഞാനിത് പറഞ്ഞു എന്നുള്ള എൻ്റെ പേരിൽ എൻ്റെ പൊന്നും പോയി പടം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു അപ്പം പോയി പടം കാണാം. അവൻ നല്ലതാണ് പറഞ്ഞത്, അപ്പം പിന്നെ പടം നല്ല അങ്ങനെയൊന്നും കരുതി ആരും പോകരുത്. എൻ്റെ അഭിപ്രായം എന്ന് ഞാൻ പറയണത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം വേണം. അതിന് ആ ഒരു സ്വന്തമായിട്ടൊരു അഭിപ്രായം വേണമെന്ന് പറയുന്ന കാര്യത്തിനോട് ഭയങ്കരമായിട്ട് ഒരു യോജിപ്പുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന പലരും ഞാൻ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പേ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളതിൽ ഇപ്പോൾ ഫാൻ ഷോ ആണെന്നുണ്ടെങ്കിൽ പോലും അതിൽ കയറുന്ന ആൾക്കാരുണ്ടാവും. പലരും പുറത്തിറങ്ങുമ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോകുന്ന കണ്ടിരുന്നു. എനിക്ക് പേഴ്സണലി പടം വർക്കായി. ഞാൻ അതൊക്കെ കേട്ടു എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഉള്ളിൽ കയറി പടം കണ്ടു, എനിക്കിഷ്ടമായി. എനിക്ക് വേണമെങ്കിൽ ആ അഭിപ്രായം കേട്ടിട്ട് പടം മോശമായിരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ എനിക്കിന്ന് പടം കാണാം. അപ്പം എനിക്ക് മോശമായിട്ട് തോന്നിയേക്കാം. പക്ഷെ എന്തെങ്കിലും ആവട്ടെ, പടം ഞാൻ കാണാൻ കയറിയല്ലേ, ക്ലീൻ സ്ലേറ്റ് എന്നുള്ള രീതിയിൽ നിന്ന് പടം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. റിവ്യൂ ഞാനിപ്പോൾ ഓരോ ആസ്പെക്റ്റായിട്ട് എടുത്ത് പറയാൻ നിൽക്കുന്നില്ല. പടം സത്യം പറയാലോ, ഞാൻ ആലോചിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ജിത്തു ജോസഫ് എങ്ങനെ ഈ ഒരു സീരീസ് ഇങ്ങനെ കൊണ്ടുപോകണു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ദൃശ്യം 1 ക്രിയേറ്റ് ചെയ്തു, 2 വന്നപ്പോൾ ഇത് എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. 3 വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഞാൻ ഡൗട്ട് അടിച്ചിരുന്ന കാര്യം ഇതിന്ന് എവിടെ കൊണ്ടുപോകാനാണ് എന്നുള്ളതായിരുന്നു. ഹാറ്റ്സ് ഓഫ് ടു ജിത്തു ജോസഫ്, അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ ലാലേട്ടൻ മുത്താണ്, ലാലേട്ടൻ കലക്കി എന്നേ പറയാനുള്ളൂ. ഇനി ലാലേട്ടൻ ഇനിയും ഈ വർഷം അതിമനോഹരമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ജയിലർ 2, വേറെ ഏതെങ്കിലും ഖലീഫ, ഈ 3 സിനിമകളാണ് ഇനിയിപ്പോൾ ഉള്ളത് ലാലേട്ടൻ്റെ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, നാളത്തിനിടയിൽ അനൗൺസ് ചെയ്തിട്ടില്ല. എനിവേ ഇനിയും വെയിറ്റിംഗ്. എന്തായാലും ബർത്ത്ഡേ എന്നുള്ള നിലയ്ക്ക്, ഒരു ലാലേട്ടൻ ഫാൻ എന്നുള്ള നിലയ്ക്ക് ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒരു സദ്യ കഴിച്ചൊരു ഫീൽ ഉണ്ട് സത്യം പറഞ്ഞാൽ. എനിക്ക് ഭയങ്കരമായിട്ട് പടം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. നിങ്ങൾ പടം കണ്ട് നിങ്ങൾ തന്നെ അതിനെ വിലയിരുത്താം. എന്നോട് ചോദിച്ചാൽ ഞാൻ പടം കലക്കി. എന്നോടൊരു 10 റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഒരു 9.5, ചിലപ്പോൾ 10 out of 10 ഞാൻ കൊടുത്തുന്നിരിക്കും. എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അത് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയും റിവ്യൂസ് ആയിട്ടും ഇനിയും റിയാക്ഷൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ അടുത്ത് ഡ്രാഗന്റെ ഗ്ലിംസ് വന്നിരുന്നു, ഇടയിൽ ദൃശ്യത്തിന്റെ ട്രെയിലർ വന്നിരുന്നു, കറുപ്പ്. ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത് വേറൊന്നുമല്ല, ചെയ്യാൻ പേടിയാണ് മനുഷ്യന്, വേറൊന്നുമല്ല. കോപ്പിറൈറ്റ് അന്നനാളത്തിൽ കിട്ടാൻ ഒരു പരിപാടി ഉണ്ട്. എനിക്ക് താല്പര്യമില്ല എന്നുള്ള ലെവല്. ചെറിയ ചാനലാണ്, ആകപ്പാടെ 85-84 സബ്സ്ക്രൈബർ ഉണ്ട്. ഇത് ആദ്യം 100 സബ്സ്ക്രൈബർ എത്തിച്ച് പിന്നെ ഒരു 1000-ലേക്ക് എത്തിച്ചൊക്കെ വേണം എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണ്, അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. എനിവേ സപ്പോർട്ട് ചെയ്യുക ചാനൽ. ദൃശ്യം 3 പടം കൊള്ളാം. ഇനി ഞാൻ അടുത്തൊരു റിവ്യൂ ആയിട്ട് ഇനി അടുത്ത മാസമായിരിക്കും മിക്കവാറും. വലിയ ട്രെയിലറും വന്നു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാനോ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം എനിവേ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എവ്രി വൺ ടേക്ക് കെയർ.